السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على رسول الله. പിർസത്തോ സഹോദരന്മാരെ സഹോദരിമാരെ, വേദിക്കലുള്ള ഗണ്യ വ്യക്തിമാരെ, പണ്ഡിതന്മാരെ, ഉടനെ നടന്നുകൊണ്ടുള്ളതായ ಕಾರ್ಯಕ್ರಮ ದಾರುಲ್ ಉಲೂಮ್ ಅರಬಿಕ್ ಕಾಲೇಜಿನ രണ്ടാമത്തെ സന്നദ്ധാന ಕಾರ್ಯಕ್ರಮ ತಿಕ್ರಿ അതിലൊട്ടുകൊള്ളുന്ന ഖുർആൻ്റെ 16ാമത്തെ ഹന്തത്തെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ ഏകദിന സലഫി സമ്മേളനം. ഇതിൽ കൊറിയ നേര ഖുർആനുമായിട്ടുള്ള സംബന്ധപ്പെട്ട വിഷയം. ഖുർആൻ ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് തൗഹീദ് ಎಂದರೇನು ಗೊತ್ತಾವರು. ഖുർആൻ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ಶಿರ್ಕ್ ಎಂದರೇನು ಗೊತ್ತಾವರು. ಹರಾಮು ಹಲಾಲು ಎಂದರೇನು മനസ്സിലാവും. കുടുംബ ജീവിതത്തെ മഹത്വം ಗೊತ್ತಾವರು. അതേപോലെ കുടുംബ ജീവിതത്തെ ಕಟ್ಟಾಕರಗಳೇ ಡೇಂಜರಸ್ ಎಂದರೆ ಗೊತ್ತಾವು. ಕಬ್ರ ജീവിതത്തെ ವಿಷಯ ಗೊತ್ತಾವು. ಸದ್ಗುಣ ಎಂದರು നല്ല സ്വഭാവം ಎಂದರೆ ಗೊತ್ತಾವರು. ಸ್ವರ್ಗ ನರಕത്തെ ವಿಷಯ ಗೊತ್ತಾವರು. അപ്പം ഇങ്ങനെ ഖുർആൻ പഠിച്ചതുകൊണ്ട് ഇത്രമാ വലിയ മഹത്വമായ വിഷയമെല്ലാം ഞങ്ങൾക്ക് ಗೊತ್ತಾವರು. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഖുർആൻ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുന്ന ഖുർആനിൽ കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും ഒരുപോലെയല്ല, അന്ധകാരവും വെളിച്ചവും ഒരുപോലെയല്ല, നിഴലും വെളിച്ചവും ഒരുപോലെയല്ല, ഹയാത്തും മൗത്തും ഒരുപോലെയല്ല. ഇതെല്ലാം ചെന്നതോട് കൂടെ അല്ലാഹു വേറൊരായത്തിൽ ചെല്ല, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെമാ. നബിയെ നിങ്ങൾ ചെല്ലൊരു കേൾക്കൊരു. അപ്പം അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും ഒരുപോലെ ആവുക സാധ്യമല്ല. ദാറുൽ ഉലൂം അറബിക് കോളേജിൽ 5 വർഷം പഠിച്ചിട്ട് ആലിമ കോഴ്സുമായിട്ട് ഡിഗ്രിയുമായിട്ട് അസൽമിയ എന്ന ഡിഗ്രിയുമായിട്ട് പുറത്തു പറയുമ്പോഴത്തേക്ക് ആ പെണ്ണും വേറെ കോളേജിൽ പോയിട്ട് ദീന്റെ ഇൽമ പഠിക്കാത്ത ഒരു പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. അതേത്തിക്ക് ദാറുൽ ഉലൂം അറബിക് കോളേജിന്റെ മഹത്വത്തെ ഞാൻ കാട്ടി തണ്ടത്. നോക്കൊരു സഹോദരന്മാരെ, 5 വർഷം മുന്നല്ലോ ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ മോളും ഒട്ടുകായിട്ട് തീരുമാനം എടുത്തിട്ട് ഒരു തീരുമാനത്തേക്ക് വന്നരാ. എന്തൊരു തീരുമാനമായിട്ട് ഇതന്ന് ദാറുൽ ഉലൂം അറബിക് കോളേജിക്ക് ചൊക്കബെട്ടിൽ നിന്ന് 2 ബസ് പാസ്സാക്കിയിട്ട് ഊടക 5 വർഷം ഡെയിലി വന്നിട്ട് പഠിച്ചിട്ട് പോകണു ചെന്നിട്ട് ആ തീരുമാനത്തോടു കൂടെ എൻ്റെ മോള് പിന്നെ ചെന്നാൽ എനിക്ക് ഈ പഠിച്ചതോടുകൂടെ എനിക്ക് നെമ്മതി ഉണ്ടായിട്ട് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നിങ്ങളെ മക്കളോ അറബിക് കോളേജിൽ വന്ന് ചേർപ്പാട്ടൊരു 5 വർഷം പഠിച്ചിട്ട് പുറത്തു വരുമ്പോൾ അസൽമിയ എന്ന ഡിഗ്രിയുമായിട്ട് ദീനും ദുനിയാവും പഠിച്ചിട്ട് ആലമാർഗ തൗഹീദ് എത്തുപാട്ടുള്ളതായ മഹത്വപൂർണമായ ഒരു ഹോണകാരിക്കുമായിട്ട് അങ്ങ് പുറത്തു പോകണ്ടാറ്. ഇൻ്റെ കൂടെ സനത് കിട്ടിയതായ 10 12 22 അല്ലെങ്കിൽ 22 വിദ്യാർത്ഥിമാർ ഇവിടുത്തെ സന്ദേശം എടുത്തോണ്ട് പോകേണ്ട എന്തിനേത്തിക്കര് അങ്ങ് ഖുർആൻ പഠിച്ചാറ്. ഉടൻ ബുക്കിലെ റിലീസാക്കി നിങ്ങൾ കേട്ട് കണ്ടില്ലേ? അങ്ങ് സ്വന്തം റെഡിയാക്കിയിട്ട് വിദ്യാർത്ഥിമാർ ആ പഠിച്ചതിരോ അങ്ങ് എതിരില് പഠിച്ചത് പുറത്തവർ മുന്നല്ലേ നിങ്ങൾ എതിരിൽ കാട്ടി തന്നാർ മോമിനിങ്ങളെ സഹോദരന്മാരെ. അതേത്തിക്കര് ഈ അറബിക് കോളേജുകളതായ മഹത്വം. ആ അറബിക് കോളേജിക്ക് വന്നിട്ട് ദീന് പഠിക്കുമ്പോ അവനുകു ആ പഠിച്ചതിന് ആളുമാർ എത്തുപാട്ടതൊരു അവകാശം കിട്ടാ പെണ്ണുക്ക്, ആ സഹോദരിക്ക്, ആ പെണ്ണു മോളുകു. നിങ്ങൾ ഔത്തിലുള്ളതായ പെൺമക്കള് നെക്സ്റ്റ് ഇയർ അഡ്മിഷൻ ആക്കിയിട്ട് ആ സിൽമി എന്ന ഡിഗ്രി എടുത്തിട്ട് ആലിമും ഡിഗ്രിയും രണ്ടും കിട്ടട്ട്, സെക്യുലറും കിട്ടട്ട്, ധാർമ്മികമായ ഇൽമും കിട്ടട്ട് എന്ന വിഷയ ഞാനിവിടെ ചൊല്ലുക ഇഷ്ടപ്പെട്ടേ. അതിലൊട്ടുകു ഖുർആന്റെ മഹത്വത്തെ അറിയാത്ത എത്ര ആളമാരുള്ളാറ്. ഇവിടെ മുനീർ മദനി പാടിച്ചെന്നില്ലേ? CM മടവൂരോ മുദബ്ബിറുൽ ആലമു ദുനിയാവുരെ കൺട്രോൾ ആക്കുന്ന ആളും ചെല്ലാറ്. അതേപോലെ മാലിക്കുൽ മുലൂക്ക് ഈ ദുനിയാവുരെ അധിപതിയായിട്ട് CM മടവൂരും ചെല്ലാറ്. അതേപോലെ എന്തെല്ല CM മടവൂരെ മേലെ കെട്ടിവയ്ക്കതായ സമുദായ ഞങ്ങൾക്ക് കണ്ടോണ്ടുണ്ടോ? എന്തുകൊണ്ടു തങ്ങനായാറ്? ഖുർആൻ പഠിക്കാത്ത കൊണ്ടു. ഖുർആനക്ക് പറു, ഖുർആൻ പഠിക്കോറു, സുന്നത്തിനെ പഠിക്കോറു എന്നെങ്കിൽ ഞങ്ങൾക്ക് പാരത്രികമായ വിജയ കിട്ടും മുഅ്മിനീങ്ങളെ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഈ ഖുർആൻ ഖണ്ഡിതമായിട്ടും ഈ ഖുർആൻ നിങ്ങളെ നേരായ മാർഗത്തിൽ എത്തുപാട്ട്, നേരായ സത്യത്തെ മാർഗത്തിൽ എത്തുപാട്ട്. മുഞ്ഞാണ്ട് കരഞ്ഞിട്ടല്ലാണ്ട് എനിക്ക് ആ വാർത്ത ഓതുകയില്ല. ഒരു ഉമ്മായവളു ദാ
ബെഡില് മോളു കിടാവ് മൂത്രവീഴ്ച ചെന്നതായി ഒരു സ്കൂളിൽ പോകണ്ടേ ചെറിയ ഒരു കിടാവ് ബെഡ് മൂത്രവീഴ്ച വിസർജനാക്കി ചെന്നതായി ഒരു കാരണം കൊടുത്തു. ആ കിടാവുരെ ഗുപ്താംഗത്തിക്ക് അർസത്തില് ആ ഉമ്മായോളു ചുട്ടുവെച്ചത് വെച്ചത് അതിനെ എടുത്തോണ്ട് ആ കിടാവുരെ സ്കൂളിൽ കൂട്ടിയോണ്ട് പോയിട്ട് സ്കൂളിൽ ബുൾപ്പിട്ടത് കണ്ടെത്തി ആ ಶಿಕ್ಷಕಮಾರು ಕೊಂಡುപോಯ್ತು ನೋಕುಂಬತ್ತಿಗೆ ಇಂಥ ಪರಿಸ್ಥಿತಿ ಇಂಥ ಉಮ್ಮ ವಿಷಯತ್ತೋ ಮೋಳು ಚೆತ್ತಿಟ್ಟಾಬತ್ತಿಗೆ ಆ സ്റ്റേഷനിക്ക് കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് എടുത്തോണ്ട് പോലീസുമാർ അറസ്റ്റ് ആക്കിയാർ ആ പെണ്ണുങ്ങൾ ആ ഉമ്മറോ. ಎಂತ ಅವಸ್ಥೆ, സ്വന്തം മോളു സ്വന്തം കിടാവുര മേൽಗೆ ಬೆಚ್ಚ ವೈಕರೆ ಕರುಣ ಇಲ್ಲಾತೆ ಒರುತ್ತലും റഹമില്ലാത്തെ അങ്ങനത്തെ മനുഷ്യന്മാർ എന്തുകൊണ്ട് തങ്ങനായറി ഖുർആൻ പഠിക്കാത്ത കൊണ്ടുത്തു, ഖുർആന്റെ ആദർശത്തെ മനസ്സിലാക്കാത്ത കൊണ്ടുത്തു. അല്ലാഹു ചൊല്ലുന്ന ഖുർആനിലെ അൽ മാഹിറു ബിൽ ഖുർആനി ഖുർആനിലെ നിപുണമായങ്ങ മഅസഫറത്തിൽ കിറാമിൽ ബററ അതായത് അങ്ങ മുഖറബീങ്ങളായ മലായികത്തുമാരോട്ട് ഇഖ്റാർ നാൾ ആഖിറത്തിൽ വല്ലദി യഖറഉൽ ഖുർആന ഖുർആൻ പഠിക്കറങ്ങ വയതതഅതഹു ഫീഹി വഹു അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ ഖുർആൻ പഠിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഭാരി പ്രയാസത്തെ മേൽ പ്രയാസ അനുഭവിച്ചിട്ടും അക്ഷരത്തെ ജോഡനാക്കിയിട്ട് ഓതുന്നതായ ഒരാളുക്ക് സഹോദരാവട്ടു ബലിയങ്ങാവട്ടു ചെറിയങ്ങാവട്ടു അങ്ക് അല്ലാഹുവിന്റെ നബി ചൊല്ലോ ഡബിൾ പ്രതിഫലം ഉണ്ട്, പ്രതിഫലം ഉണ്ട്. എന്തിന് ഒന്ന് ഓതിയതും ഒന്ന് ഓതിയതായിട്ട് പ്രയത്നാക്കിയതുമായിട്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ വിഷയം ഞങ്ങൾ മനസ്സിലാക്കണു. ഖുർആൻ നാളെ പരലോകത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ അൽ ഖുർആനു ഷാഫിഉൻ ഖുർആൻ ചൊല്ലത് ശിഫാറസാക്കറ ഗ്രന്ഥ മുശഫഉൻ അവന്റെ ശിഫാറസിലെ ആ ഖുർആന്റെ ശിഫാറസിലെ അല്ലാഹു സ്വീകരിക്കറ വമാ ഹല്ല മുസദ്ദിഖുൻ മൻ ജഅല അമാമഹു ഖാദഹു ഇലൽ ജന്ന അതായത് ആ ഖുർആൻ വാദിക്കൂ ഈ മനുഷ്യക്ക് വേണായിട്ട് ഖുർആൻ നാളെ വാദിക്കൂ ആ വാദ്യ സത്യചന്ദ്ര സ്വീകരിക്കപ്പെടൂ. ആരെങ്കിലും ഈ ഖുർആന്റെ എതിരിൽ വെച്ചെങ്കിൽ അവൻ്റെ അത് സ്വർഗത്തിക്ക് എത്തുപാട്ട്, ആരെങ്കിലും ഈ ഖുർആന്റെ പേരോല് വിട്ടെങ്കിൽ അവൻ്റെ അത് നരകത്തിക്ക് എത്തുപാട്ട്. അതുകൊണ്ടോ ഞങ്ങൾ മനസ്സിലാക്കണു നാളെ പരലോകത്തിൽ ഇതാ ഖുർആൻ ചെല്ല ഈ മഹത്വമേറിയ ഗ്രന്ഥ ഞങ്ങൾക്ക് ഹിദായത്ത് വന്ന ഗ്രന്ഥ ഹുദല്ലിന്നാസ് ചെന്ന ഗ്രന്ഥ ഈ ഗ്രന്ഥം ഉണ്ടല്ലേ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ശിഫാറസാക്കര്. നാളെ പരലോകത്തിൽ ഉമ്മകും അബ്ബകും സ്പെഷ്യലായ ദുനിയാവിൽ കാണാത്ത പോലത്തെ ഒരു വസ്ത്ര ധരിപ്പിക്കപ്പെടൂ ഉമ്മകും അബ്ബകും. ആ ടൈമില് ഉമ്മബ്ബ കേക്കു അല്ലാഹുരട്ടുകു എന്തൊക്കെ പെണ്ണായിട്ട് ഇതിനക്ക് കിട്ടിയത് എന്തൊക്കെ ധരിപ്പിക്കപ്പെട്ടോ ഇങ്ങനത്തതായ വസ്ത്ര ചെന്ന് കേൾക്കുമ്പോ ഇതാ അവിടെ ചെല്ലപ്പെട്ടത് എന്തിനു കൊണ്ടുണ്ട നിന്റെ മോണോ നിന്റെ മക്ക ഖുർആൻ സ്വീകരിച്ചാറ്. നിന്റെ ഖുർആൻ സ്വീകരിച്ച ഹാഫിസായിട്ടിക്കു ആലിമായിട്ടിക്കു ഖുർആൻ പഠിച്ചിട്ട് അതിനെപ്പോലെ ജീവിതത്തെ സ്വീകരിച്ചിട്ടിക്കും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ഖുർആന്റെ സ്വീകരിക്കണു, ഖുർആന്റെ ആളാവണു, ഖുർആനുമായി ബന്ധപ്പെടണു, ഖുർആന്റെ ദൂരാക്കണ്ട. ലന്ത ഖുർആന്റെ 16ാമത്തെ ഹന്തത്തെ ഈ ബുക്കിന്റെ കൂടെ റിലീസ് ആവുക പോണ്ട് ഇൻഷാ അല്ലാഹ്. 17ാമത്തെ ഹന്തത്തെ ബുക്ക് റിലീസ് ആവുക പോണ്ട്. 16 ഹന്തത്തെ എക്സാം അതിലെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഇൻഷാ അല്ലാഹ്. മഗ്രിബ് നിസ്കാരത്തെ പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിക്കറങ്ങാവൂ. ഇങ്ങനെ എല്ലാവരും പോകുമ്പോഴത്തേക്ക് ഖുർആന്റെ ഒരു കോപ്പി നിങ്ങളെ കയ്യിലിക്കട്ടെ, ഇംഗ്ലീഷും കന്നഡ രണ്ടും ഇക്കട്ടെ. ആ ഖുർആന്റെ എടുത്തിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എക്സാമുക്ക് നിങ്ങൾ റെഡി ആവൂ. ഖുർആൻ പഠിക്കുന്നതായ ആളന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങായിട്ട് ഏറ്റവും ഖൈറായങ്ങ അങ്ങായിട്ട് ഇക്റാറ് നാളെ പരലോകത്തിൽ ഞങ്ങൾക്ക് മക്ക അബ്ബുമ്മക്ക് ഫായിദ വേണ്ടങ്ങ. ആ ഖുർആൻ കൊണ്ട് നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് ബെൽച്ച കിട്ടൂ, നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് വലിയ സ്ഥാനമാണ് കിട്ടും മുഅ്മിനീങ്ങളെ. അത് കഴിച്ച് ഞങ്ങൾ ഖുർആന്റെ അല്ല കളയണ്ട, ഖുർആന്റെ ദൂരാക്കണ്ട, ഖുർആന്റെ ആളാവാ ദുനിയാവിലു അല്ലാഹു ഇഷ്ടപ്പെട്ട് ഖാസായ ആളുള്ള ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ലേ അങ്ങ് ആരായിട്ടിക്രാറ് ഖുർആന്റെ ആളന്മാരുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നര് അത് കഴിച്ച് ഞങ്ങൾ ഖുർആൻ പഠിക്കറങ്ങാവാ, ഖുർആനുമായിട്ട് ബന്ധപ്പെടാ, ഖുർആന്റെ ദൂരാക്കണ്ട. എത്ര ഖുർആൻ മുട്ടാവറാണ് ഞങ്ങൾ അല്ലാഹു മുട്ടയോണ്ട് പോണ്ട. ഖുർആനും ഹദീസും രണ്ടും സ്വീകരിച്ചിട്ട് ജീവിക്കതാ യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഇട്ടുകു, യഥാർത്ഥ മുത്തഖിമാരിട്ടുകു. അല്ലാഹു ഞങ്ങളെ സേർപ്പാടി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.